വാടകയ്ക്ക് താമസിക്കാം, 100 മാസം കഴിയുമ്പോൾ വീട് സ്വന്തമാക്കാം, പുത്തൻ പദ്ധതിയുമായി ബോച്ചെ. ദുബായിലൊക്കെ ഞങ്ങളിത് ഒരുപാട് കണ്ടതാണ്, അവിടെയൊക്കെ വിജയിച്ച സംഭവമാണ്. ഇനി ഇതാ നമ്മുടെ നാട്ടിലും വിജയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യാൻ വേറെ കുറേ ആൾക്കാരും. അതായത് ഈ ബോച്ചെ ഇന്നലെയോ മിഞ്ഞാന്നങ്ങാറ്റോ ഒരു പ്രഖ്യാപനം നടത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാസം നിങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാം, അത് കഴിഞ്ഞാൽ ആ വീട് നിങ്ങൾക്ക് സ്വന്തമാണെന്ന്. എന്നാൽ ഇതിൻ്റെ തലയെന്ന ബാലെന്ന ഒരു പരിപാടിയില്ല. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുപാട് പേര് എനിക്കൊരു വീട് തരുമോ, എനിക്കൊരു വീട് തരുമോ, എനിക്കൊരു വീട് തരുമോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടീഷൻ എന്താന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതൊന്നും ബോച്ച പറയുന്നുമില്ല. ഇതൊന്നും ബോച്ചയും പറയുന്നില്ല, ഒരാളും മിണ്ടുന്നില്ല. പക്ഷേ ഒരുപാട് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻറ്റ് വരുന്നുണ്ട്. എന്താ അറിയുക, ദുബായിലൊക്കെ ഇത് സാധാരണമാണ്, ദുബായിലൊക്കെ ഇത് പരീക്ഷിച്ചതാണ്, ദുബായിലൊക്കെ ഇത് എന്താണ് ഇതൊക്കെ നടന്നതാണ്, അവിടെയൊക്കെ എല്ലാവർക്കും സ്വന്തം വീട് കിട്ടിയിട്ടുണ്ട് എന്ന്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അത് ദുബായും ഇത് കേരളവും ആണേ. അതേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടതാണ്. കാരണം ഈ ബോച്ചേൻ്റെ വാക്കും കേട്ടിട്ട് കുറേ ആൾക്കാർ ചായപ്പൊടി വെക്കാൻ ഇറങ്ങിയതിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ കുറേ ആൾക്കാർ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കഥ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ 1000 ഏക്കറിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംഭവങ്ങളും ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാലോ. ഇതിൽ എത്ര സംഭവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അതായത് ബോച്ചേൻ്റെ ടീ ഷാളുകൾ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് നിലവിൽ, എത്ര പേര് വഴിയാധാരമായി. അതായത് 25,000 രൂപയൊക്കെ കയ്യിൽ വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു കടയും തുടങ്ങിയിട്ട് അവിടെ 10 ലോട്ടറിയും വിറ്റിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 10 ലോട്ടറി ആകെ പോകുന്നത് ഇപ്പോൾ 20 അങ്ങാറ്റാണ് ഇവർക്ക് കമ്മീഷൻ കിട്ടുക. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇനിയിപ്പോൾ 100 രൂപ 10 രൂപ തന്നെ വെച്ച് കിട്ടിയാൽ തന്നെ ഇവർക്ക് എത്ര കിട്ടുക? അതായത് ഇവർക്ക് കിട്ടുന്ന 100 രൂപ ഒരു ദിവസം കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ബോച്ചേൻ്റെ പരിപാടികൾ പലതും വരുന്നുണ്ട്. പക്ഷേ എത്ര പരിപാടി വിജയിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയാണ്, നന്മ മരമാണ്, അയ്യോ ബോച്ച എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ തുടരെ ഇങ്ങനെ പദ്ധതികൾ വരുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സംശയമാണ്, ഇതൊക്കെ ഉള്ളതാണോടെ? കാരണം ഇതൊരു വലിയൊരു പ്രശ്നമാണ്, ഇതൊരു ജീവൻ പണയം വെച്ചൊരു പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ കൃത്യമായിട്ട് മാനദണ്ഡവും കൃത്യമായിട്ട് ഇതും ഇല്ലെങ്കിലില്ലേ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെയും വീണ്ടും കടക്കണിയിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ്. അതായത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, ഇവർ ഈ 100 മാസം കൊണ്ട് ഇത് എങ്ങനെയാണ് തീർക്കുക, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും കിട്ടുന്നതാണോ, ഇത് കിട്ടാൻ ആർക്കെങ്കിലും അർഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫേക്ക് അക്കൗണ്ട് ഒന്ന് ദുബായിൽ പരീക്ഷിച്ചോ ഇതെന്താണ് ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ദുബായിൽ പരീക്ഷിച്ചു എന്ന് എല്ലാവരും എഴുതിയിടുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഞാൻ ദുബായിൽ മൊത്തം അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു മലയാളി ആടെ ഇങ്ങനെ പറയുന്നത് കേട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ദുബായിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിയമവും വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടത്തെ പോലെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ബോച്ച കൈമലർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ്. ബോച്ച പിന്നീടും നന്മ മരം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നന്മ മരകാകാൻ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, കുറച്ച് ആൾക്കാരെ സഹായിച്ച് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നന്മ മരമായി. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നുണ്ടോ, ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് മുൻകാലങ്ങളിൽ തുടങ്ങിയ ബോച്ചെ ലോട്ടറി, ബോച്ചെ ചായ, അതുപോലെ മറ്റേ സാധനം മേടിച്ച് സൂപ്പർ മാർക്കറ്റ് വിൽക്കുന്ന ബോച്ചെ കട്ടറ്, ബോച്ചെ കള്ളിഷാപ്പ്, ബോച്ചെ 1000 ഏക്കറ, ഇതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? ഇതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ, അല്ല ഇതിലൊക്കെ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് 10 കമൻറ്റും കണ്ട് അതുപോലെ തന്നെ ഇതും കണ്ടപാട് നമ്മളെല്ലാവരും പോയിട്ട് അയ്യോ എനിക്ക് തരുമോ ഒരു വീട്, ഞാൻ 10 വർഷമായിട്ട് ഇങ്ങനെയാണ്, ഞാൻ 20 വർഷമായിട്ട് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഉള്ള പൈസയും കൂടി കൊണ്ട് കളയാന്നേ ഉള്ളൂ. എൻ്റെ പൊന്നും മക്കളെ, നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ അറിയുക, ഈ വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുമ്പോഴേ കുറച്ച് പൈസ മാറ്റി വെക്കുക തന്നെ വേണം. നമുക്കൊരു വീടോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ. അല്ലാതെ ഈ ബോച്ചേൻ്റെ വാക്കും കേട്ടിട്ട് നിങ്ങൾ ഉള്ള പൈസയും കൊണ്ട് ഇറക്കി കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു 3-4 പേരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ എന്നോട് പറയുന്നത് PG കാർട്ടിൽ ചേര് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പുറകെ നടന്നിന്. ഞാൻ പറഞ്ഞില്ലടാ, അങ്ങനെ പരിപാടിയിൽ ഞാൻ ചേരൂല. അങ്ങനെ ഈ ചേർന്നവരോട് ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴേ വലിയ ഗുണമൊന്നുമില്ല, ആദ്യം കുറച്ച് പൈസ അടച്ചിന്, അതിൻ്റെ സാധനങ്ങളും കിട്ടീനല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല.
അതായത് അവരെ പൈസ മേടിച്ചിട്ട് അവർക്ക് സാധനം കൊടുത്ത് ഒഴിവാക്കി, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ വിചാരിക്കുന്നതല്ല ഇതിനെ കൊണ്ടൊരു കുടുംബം മുഴുവൻ ജീവിച്ചു അല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നൊന്നും നിങ്ങൾ കരുതണ്ട. 3-4 ആൾക്കാരെ എനിക്കറിയാം, അവരൊന്നും ജീവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം ലോട്ടറി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും ഒരു 2-3 പേര് കട പൂട്ടിയിട്ട് പോവുകയും ചെയ്തു. അവരൊക്കെ ബോച്ച പറയുന്നത് എന്താ വെച്ചാൽ കഷ്ടപ്പെടാൻ കഴിയാത്ത ആൾക്കാരാണ് എന്നാണ് ബോച്ച പറയുന്നത്. ഈ ബോച്ചയോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോൾ അതിൻ്റെ അകത്തുള്ള കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അതായത് ദുബായിൽ ഇത് നടന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് ആൾക്കാർ കമൻറ്റ്, ഞാൻ ആ അക്കൗണ്ടിലൊക്കെ പോയി നോക്കുമ്പോഴേക്ക് അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോക്കാണ്. അതുമാത്രമല്ല ചില അക്കൗണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഫേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ കോപ്പി പേസ്റ്റ് പോലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും അരിയാഹാരമാണ് കഴിക്കുന്നത്. എപ്പോഴും ഒരു മനുഷ്യനിങ്ങനെ തകർക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ബോച്ചയായാലും ആരായി കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്, ഇത് ആർക്കെല്ലാമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കിട്ടേണ്ടത്, ഇതിനെന്താണ് പൈസ കൊടുക്കേണ്ടത്, എത്രയാണ് ഇതിൻ്റെ വരുമാനം നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ട് ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്ക് ഗുണമുണ്ടാവും. അതായത് ഇപ്പോഴും എൻ്റെ കയ്യിൽ 1000 ഉറുപ്പ്യ ഉള്ളത്, ആ ഒരു സാധനത്തിന് എന്ന് പറഞ്ഞാൽ 3000 വേണം. അവിടെ 3000 കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോവോ? ഞാൻ പോകത്തില്ലല്ലോ. ഇതങ്ങനെയല്ല. ഇതെന്ന് പറയുന്ന 1000 ഉള്ളവനും 500 ഉള്ളവനും 100 ഉള്ളവനും ഇനി 1 ലക്ഷം ഉള്ളവനും ഒക്കെ എന്ന് പറഞ്ഞാൽ ബോച്ചേൻ്റെ ഫ്രീ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കല. അതായത് 100 മാസം കൊണ്ട് എത്ര അടക്കണ്ടെന്നാലോ, എത്രയാ മേണിക്കണ്ടേ, എത്ര സെൻറ്റാ വീട്, എത്ര സ്ക്വയർ ഫീറ്റാ വീട്, ഇതൊന്നും അറിയില്ല. ആകെ അറിയുന്ന ഇതാ 100 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീട്. എടോ ആദ്യം ഇത് ആലോചിക്ക്, അതാണ് വേണ്ടത്. ഈ ബോച്ചയോടായാലും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കല്ലേ. അതായത് കൃത്യമായിട്ട് എഴുതിയിട്, ഇന്ന ആൾക്കാണ് ഇത് കിട്ടുക, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ വേണം. ഇതൊക്കെ സ്വകാര്യമായിട്ട് വെക്കാനാണോ, അല്ല ഇനി എൻ്റെ കൂടത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടങ്ങ് നിർത്താം എന്നാണോ? സത്യം പറയൂ, എന്താണ് സംഭവം? അല്ല ദുബായിൽ പരീക്ഷിച്ചു, ഇവിടെ പരീക്ഷിക്കാം. ഇത് പരീക്ഷണമല്ല, ഇത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്, ഒരുപാട് പേരുടെ സ്വപ്നം വെച്ചുള്ള കളിയാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ ഇതൊരു പരീക്ഷണമായിട്ട് എടുക്കരുത്. 100 മാസത്തെ പരീക്ഷണം, 100 മാസത്തെ ഇതും ചെയ്തിട്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവരൊക്കെ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മനസ്സിലേക്ക് കുറേ കനൽ കോരി ഇടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അവരിപ്പോഴും വാടകയൊക്കെ താമസിച്ചോട്ടെ. അവിടെ കയറിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ട ഒരു ഇത് വാരിയിടരുത്. അങ്ങനെ വാരിയിട്ട് കഴിഞ്ഞാലാണ് അവിടെ പ്രശ്നം വരുവാന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര പേരുടെ സ്വപ്നമായിരിക്കും ഒരു വീട് എന്നുള്ളത്. അപ്പോഴിങ്ങനെയുള്ളൊരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഇതായിരിക്കൂലേ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു വിവരം കൊടുക്കേണ്ടതോ, എത്ര സ്ക്വയർ ഫീറ്റാണ് കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. അതായത് ഞാൻ ഇതിനൊക്കെ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടിരുന്നു. അതെന്ന് വെച്ചാൽ ഇതൊരു സരോവരം ബിൽഡേഴ്സ് പാലക്കാടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചങ്ങാതി പറയുന്നത് ഇതാണ്, 15000 രൂപ 10000 രൂപ എങ്ങാനും ഈ ബാങ്ക് വഴി സാലറി വാങ്ങിക്കുന്ന ആർക്കും, അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക്, പിന്നെ എന്നാൽ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. അങ്ങനെ സാലറി മേടിക്കുന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട്. ഇത്ര മാസം അടച്ചു തീർത്താൽ മതി, സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായാൽ മതി, ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുമുണ്ട്. ഇത്ര മാസം കൊണ്ട് നിങ്ങൾ ഇത്ര അടച്ചു തീർക്കണമെന്ന്. അതൊക്കെയാണ്. അല്ലാതെ ഇതൊന്നുമില്ലാതെ ദുബായിൽ പരീക്ഷിച്ചു. ഈശ്വര, സിംഗപ്പൂർ പരീക്ഷയെന്ന് പറയാതെ ഭാഗ്യം. കാരണം എന്താ പറയുക, ഞാൻ അവിടെ പോയിട്ടില്ല, അവിടെ എനിക്ക് ബന്ധുക്കളും ഇല്ല. ഇനി അന്റാർട്ടിക്കയിൽ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം. കാരണം ആടെയും ഞാൻ പോയിട്ടില്ല. ഇനി മറ്റേ എന്നാൽ ഒക്ടോഫോമിയ അവിടെ പരീക്ഷിച്ചു എന്ന് പറയാതെ ഭാഗ്യം. കാരണം അങ്ങനെ ഒരു രാജ്യം കേട്ടിട്ടേ ഇല്ല. ബോച്ചേ, എന്തോ നാടേ ഇത്, മതിയാക്കാനായില്ലായിരുന്നു. താൻ പണ്ടത്തെ പോലെ ആ ഓട്ടം തന്നെയാണ് നല്ലത്, രക്തോങ്കുളത്തിന് വേണ്ടിയിട്ട്. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ, നല്ലോണം ഓടിക്കൂട്ട്.